മോളെ മോൾ അച്ഛാ എന്താ ഈ നേരത്തെ ഇവിടെ എങ്ങനെ നിൽക്കണേ? ശേഖരൻ വന്ന പോലെ ഒരു തോന്നൽ. അവന്റെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടു. സ്വപ്നം കണ്ടതാവും. മഞ്ഞുണ്ട്, പോയി കിടന്നോളൂ. ഇത്രയും ദിവസം ഞങ്ങളെ ഒന്നും കാണാണ്ടിരിക്കുക അവന് പറ്റില്ല. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയണു. ഒക്കെ തോന്നലാണ്. തോന്നലാവട്ടെ. ഈശ്വര, മുത്തശ്ശ, മുത്തശ്ശ, ഈ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദന്റെ ക്വാർട്ടേഴ്സ് എവിടെയാ? ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താ. ഈ നേരത്താണോ സുഹൃത്തിനെ കാണാൻ വരുന്നത്? നേരം വെളുത്തിട്ടില്ലല്ലോ. പുലർച്ചെ വണ്ടിക്കാ വന്നത്. സച്ചിദാനന്ദ സാർ സസ്പെൻഷനില്ല. ക്വാർട്ടേഴ്സ് ഒക്കെ വിട്ടപ്പോ ലോഡ്ജിലാ താമസം. അയ്യോ, എന്താ കാര്യം? DYSP ആയിട്ട് ഉടക്ക്. ഒരു മാപ്പ് എഴുതി കൊടുത്താ തീരുന്നേ ഉള്ളൂ പ്രശ്നം. പക്ഷെ സച്ചിദാനന്ദ സാറല്ലേ ഭയങ്കര പിടിവാശിയില്ല. അല്ല, ഇപ്പൊ ഒന്ന് കാണണമെങ്കിൽ ലോഡ്ജ് ഇവിടെ അടുത്താ. പാലസ് ലോഡ്ജ്, റൂം നമ്പർ 18. സച്ചി, സച്ചി, ഹരി, നീയോ? എന്താ നീ കാണിച്ചത്? കാണിച്ചത് ഇടിയാ. എന്തിനാ നീ എന്നെ അടിച്ചതെന്ന്? അല്ല, നീയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ശബ്ദം നീ തിരിച്ചെടുത്തില്ലേ? ശബ്ദം തിരിച്ചറിയാൻ നീ യേശുവാസൊന്നല്ലോ. നേരായ കാര്യത്തിന് എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും. അത് ഉണ്ടാവാത്തതുകൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി. ഏത് ശത്രു? എനിക്കിവിടെ നിറച്ച് ശത്രുക്കളാണ്. എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ്. ഞാൻ സസ്പെൻഷനിലാണ് ഹരി. അതറിഞ്ഞോ? പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചോണ്ട് നിന്റെ ഇടിക്കെന്തൊരു ശക്തിയാണടാ. ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്.
പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറില്ലേ? അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മാഷിന് തീരെ പവറില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു. ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത്. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നീ ഇവിടെ എത്തി? അത് ഒക്കെ വിശദമായിട്ട് പറയാം. ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ 3 പേരും അനാഥരാണ്. എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുവിന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സനുവദിച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്റ്റും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പിയില്ലെങ്കിലും പോലീസുകാരനാ. എന്തായി ചേച്ചി? എന്താവാനാ, എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. MLA കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? അറിയില്ല. ചേച്ചി പോയ പിന്നെ വേറെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്നിരുന്നു. അച്ഛന്റെ ഫോട്ടോ വേണത്രേ. ചേച്ചി വരാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ പേരും പറഞ്ഞ് വെറുതെ ആളായി നടക്കാനാ. അതിനാരെയും നമുക്ക് സമ്മതിക്കണ്ട. MLA ഒന്നും പറഞ്ഞില്ലേ? അപേക്ഷ വാങ്ങി ഫയലിൽ വെച്ചു. വേണ്ടത് ചെയ്യാം, അന്വേഷിക്കാം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ അച്ചടിച്ചു വെച്ച ചില വാക്കുകളും നമുക്കാരുമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ ആരോടാ പറയേണ്ടതെന്നോ ഒരു രൂപമില്ല. MLAയുടെ കൂടെയുള്ള ഒരാള് പറയാ, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിന്ന് ഒരു മനുഷ്യനെ മാത്രം എങ്ങനെ തെരഞ്ഞു പിടിക്കാനാണെന്ന്. MLAയുടെ ജോലി അതാണോ എന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ അച്ഛനല്ല, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ.